ചെരുപ്പിട്ടോ അല്ലെങ്കിൽ കാല് മുറിയും. കാരണം ഇവിടെ പലരും വന്നിട്ട് കാല് മുറിഞ്ഞിട്ടുണ്ട്. ടൈല് പൊട്ടിയതല്ലേ, റൂമല്ല വീട് മൊത്തം അങ്ങനെയാണ് ഇപ്പോൾ. അത് കുറച്ച് 6 വർഷമായിട്ട് അങ്ങനെയാണ്. കേസിന്റെ പുറകെയായിട്ടാണ് നമ്മൾ അങ്ങനെ ഇത് പുറത്ത് വിടാഞ്ഞതും ഇത് സംസാരിക്കാൻ താല്പര്യം കാണിക്കാൻ അതുകൊണ്ടാണ്. അപ്പോൾ വിധി വന്ന് കേസ് ജയിച്ചു. പക്ഷെ എന്നാൽ തന്നെയും അത് അങ്ങോട്ട് പ്രോപ്പറായിട്ട് മൂവ് ഓൺ ആയിട്ടില്ല. അത്യാവശ്യം ഒന്ന് സ്റ്റേബിൾ ആയപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് തന്നെ ചെയ്താൽ പോരെ, വേണ്ട ഞാനായിട്ട് തുടങ്ങി എനിക്കറിയാം കൊണ്ടുപോകാൻ. അപ്പോഴൊക്കെ എനിക്ക് മറ്റേ ഇപ്പോൾ ആവോ എന്നൊരു സംശയം. പക്ഷെ അച്ഛൻ വെറുതെ പൊളിച്ച കാര്യത്തിൽ പിന്നെ അല്ല. അപ്പൊ സിനിമ മൊത്തത്തിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന്റെ സിനിമ ആയതുകൊണ്ട് ഐ ഹാവ് സംതിങ് ഫോർ യു ടുഡേ. ഇത് ഇന്നത്തെ ലോട്ടറിയാണ്. ഞാൻ ഇന്നലെ 4 എടുത്തിട്ടുണ്ട്, അടിച്ചില്ല. നിങ്ങള് ലോട്ടറി അടിക്കാൻ ലക്കുള്ള ഇതല്ലേ? ബ്രദറിലേക്ക് ലോട്ടറി അടിച്ചിട്ടില്ലേ? കുറച്ച് കടങ്ങളുണ്ട്, അതാദ്യം വീട്ടു. ബാക്കി പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു സിനിമ, അതിൽ ഞാനും അഭിനയിക്കും. അർജുൻ ചേട്ടനെ അതിനകത്ത് നായകനാക്കുവോ അനഘ? വരുവാണെങ്കിൽ എന്നെ മാത്രം മാം എന്ന് വിളിക്കുന്നത്. ഇവരെയൊക്കെ അർജുൻ ചേട്ടാ അനക്കെ ചേച്ചി വിളിച്ചാ മതിയോ? പിന്നെ പരിചയപ്പെട്ട മനസ്സിലായ ഒരു കാര്യമില്ല. ലോകേഷ് കനകരാജ് ഒരാളും. അടുത്തത് ആർട്ടിസ്റ്റ് സൂര്യ. നീ എന്നെ വെറുതെ കൊതിപ്പിക്കും നീ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട്. ഞാൻ മറ്റേ അടുത്തത് വിഷയം കേട്ടോ, ഇന്റർവ്യൂവർ. ചെയ്ത ആൾക്കാർ വേണ്ടല്ലോ, ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള ആൾക്കാരല്ല. അല്ല, ഇത് ചെയ്തതും കൂടെ കൂട്ടി പറഞ്ഞാൽ മതി. ഒരിക്കലും മീനാക്ഷി ഇല്ല. എനിക്ക് തരുന്നില്ലേ? ഓക്കെ. ഹായ് ഹലോ വ്യൂവേഴ്സ്, സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. അപ്പം ഇന്ന് മോളിവുഡിൽ അൻപോട് കൺമണി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അർജുൻ അശോകൻ ചേട്ടനുണ്ട്, മാലാ പാർവതി മാം ഉണ്ട്, അനഘയുണ്ട്, അതുപോലെ തന്നെ നവാസിക്കുണ്ട്. എല്ലാവർക്കും വെൽക്കം. അന്ന് നിങ്ങൾ ഞാൻ ആ ഇൻട്രോ പറഞ്ഞപ്പോൾ അർജുൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയത്. അതെ, അപ്പൊ വളരെ ഒരു ബ്രൈറ്റ് മോർണിംഗിൽ ഇരുന്ന് അല്ലേ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒരു ഫ്രഷ്നെസ് ഐ കൻ സീ ഓൺ യുവർ ഫേസ്. എനിവേ, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കൊണ്ടുവരുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിന്റെ കഥ പറയുന്നതാണെന്ന് തോന്നുന്നു. സോ എന്താണ് സിനിമയുടെ ഒരു ജോണർ? ഫാമിലി ഡ്രാമയാണ് ജോണർ എന്ന് ചോദിച്ചാൽ. പക്ഷേ ഇറ്റ് ഈസ് വെരി റിലേറ്റബിൾ എല്ലാ സ്ത്രീകൾക്കും. എന്നുവെച്ചാൽ ഈ വീട്ടിനകത്തെ ശ്വാസം മുട്ടൽ, കുടുംബത്തിനകത്ത് എല്ലാ സ്നേഹം ഉള്ളപ്പോഴും അനുഭവിക്കുന്ന ചില തിക്കുമുട്ടുകൾ, ബുദ്ധിമുട്ടുകൾ, ആരോടും പറയാനാവാത്ത ചില ഞെരുക്കങ്ങൾ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ നമ്മൾക്ക് ഒരു എക്സ്പ്രഷൻ ഇല്ലാതായി പോകുന്നത്, നമ്മൾ ആരാണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോകുന്നതൊക്കെ സാഹചര്യങ്ങളിലൂടെയൊക്കെ പലതിലൂടെ സ്ത്രീകൾ കടന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞങ്ങളുടെ അനക്ക ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യും. അത് ഫാമിലി ഡ്രാമയാണ്, പക്ഷെ അത് വളരെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനൊക്കെ പോലെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു സിനിമയായിരിക്കും. ബ്യൂട്ടിഫുൾ. അനഘയുടെ ക്യാരക്ടറെ പറ്റി വളരെ ബ്യൂട്ടിഫുള്ളി മാല മാം ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തെന്നു. സോ ഐഡ് ലൈക്ക് ടു നോ യുവർ ക്യാരക്ടർ നെയിം. ശാലിനി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഇപ്പോൾ അർജുൻ ചേട്ടൻ ചെയ്യുന്ന നകുലൻ വൈഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഒരു ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷനും അവരുടെ ചിന്താഗതിയുമായിട്ട് നമ്മൾക്ക് യൂസ് ടു ആവാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന വീട് ഇപ്പോൾ ഈ ശാലിനി എന്ന് പറഞ്ഞ കുട്ടി കല്യാണം കഴിച്ചിട്ട് പോകുന്ന വീട്ടിലെ അമ്മയാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അവരൊക്കെ സൊസൈറ്റിയിലെയും അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. കാരണം അവരെന്ത് പറയും എല്ലാം കറക്റ്റ് പ്ലാൻ ചെയ്ത് നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ഒരു അമ്മ. അപ്പോൾ ഈ അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു മകൻ, ഭർത്താവ്. അപ്പോൾ ഇതാണ് ഈ കഥയിലെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ മൊത്തം പറയുകയാണെങ്കിൽ. എനിക്കും എന്താ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കുറെ പ്രഷേഴ്സ് വരും. അപ്പോൾ ഇത് ആരുടെ അടുത്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാതെ പാളിപ്പോകുന്ന കുറെ സിറ്റുവേഷൻസ് ഈ ക്യാരക്ടേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊന്നും ഡീൽ ചെയ്യാൻ പറ്റാണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവസാനം മൊത്തത്തിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, റിയാക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് സ്ട്രഗിൾസും ഇമോഷണലി കുറെ സ്ട്രഗിൾ ചെയ്ത ഒരു ക്യാരക്ടറാണ് എൻ്റെ ശാലിനി എന്നുള്ള. ഈ നകുലൻ ഹെൽപ്പ് ചെയ്യില്ല? നകുലൻ ശരിക്കും ഹെൽപ്ലെസ് ആണ്. ലൈക്ക്
നകുലൻ പറയൂ, നകുലനിൽ നിന്ന് അല്ല, കേൾക്കാം. ഞാൻ പറയട്ടെ ഹെൽപ്ലെസ് ആണെന്നാ പറഞ്ഞത്. കാരണം അമ്മയുണ്ട്, ഭാര്യയുണ്ട്. ഇപ്പൊ ഭാര്യേന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല മാതൃക ഭർത്താവായിരുന്നു. ആ കണ്ടോ, അവിടെയാണ് അനഘ വന്നെത്തിയത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ മാതൃക മകനുമാണ്. ഓ മാതൃക പുരുഷോത്തമൻ. ഓ, ഇത് ആക്ച്വലി ഒരു ആണുങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണോ ചേട്ടാ? അമ്മയുടെ ഭാര്യയുടെ ഇടയിൽ കല്യാണം കഴിക്കുമ്പോ പെട്ടുപോകുന്ന ഒരു ഇത് ഉണ്ടാവും, എത്ര പേർക്ക് ഉണ്ടാവും. ഇത് സ്വാഭാവികമായി രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അവർ രണ്ടുപേരും കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഈ മകനും ഭർത്താവുമാണ്. അപ്പൊ സ്വാഭാവികമായി നീ അറിഞ്ഞോളന്നല്ലേ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണത്. ഓക്കെ, അപ്പം അർജുൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ആസ് എ സൺ, ഹസ്ബൻഡ് ഓർ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഏതൊരു ഇതിലായിരിക്കും അർജുൻ്റെ തന്നെ ഫുൾ മാർക്ക് കൊടുക്കുക? അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളല്ലല്ലോ ഈ മൂന്നും, അല്ലേ? അവരെ ഇപ്പൊ അമ്മയുടെ അടുത്താണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നിൽക്കണം, ഭാര്യയുടെ അടുത്താണെങ്കിൽ ഫുള്ളായിട്ട് നിൽക്കണം, മകളുടെ അടുത്താണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ നിൽക്കണ്ടേ? കാരണം അവർക്ക് മകൻ എന്ന് പറയുന്ന ഒരാളുള്ളൂ, ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുള്ളൂ, അച്ഛൻ എന്ന് പറയുന്ന ഒരാളുള്ളൂ. അപ്പൊ അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൂടെ നിൽക്കുക, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കുക, അറിഞ്ഞ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതൊരു മാർക്കിൽ ടാലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അർജുൻ ചേട്ടാ, വൈദ്യ ഒരു സുഖാന്വേഷണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന, കഴിഞ്ഞ ദിവസം ഹൈശ്രീ അശോകൻ സാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. റൂം വീട് മൊത്തം അങ്ങനെയാണ് ഇപ്പൊ. അത് കുറച്ച് 6 വർഷമായിട്ട് അങ്ങനെയാണ്. കേസിന്റെ പുറകെയാണ് നമ്മൾ അങ്ങനെ ഇത് പുറത്ത് വിടാഞ്ഞതും ഇത് സംസാരിക്കാൻ താല്പര്യം കാണിക്കാൻ അതുകൊണ്ടാണ്. അപ്പൊ ഇത് വന്ന് കേസ് ജയിച്ചു, പക്ഷെ എന്നാൽ തന്നെയും അത് അങ്ങോട്ട് പ്രോപ്പറായിട്ട് മൂവ് ഓൺ ആയിട്ടില്ല. അപ്പൊ അത് നോക്കണം, ആയിക്കോളും. തീർച്ചയായിട്ടും അച്ഛൻ ആ കാര്യത്തിൽ പൊളിയാണ്. കാരണം ഈ 6 വർഷവും ആ കേസിന്റെ ബാക്കിൽ തന്നെ. ഇപ്പൊ ആ പ്രശ്നം ഉണ്ടായ സമയത്ത് വീട്ടിലത്തെ ഫണ്ടൊന്നും ഉണ്ടായില്ല, സിനിമയൊക്കെ തുടങ്ങി തന്നെ ഉള്ളൂ. അത്യാവശ്യം ഒന്ന് സ്റ്റേബിൾ ആയപ്പോ ഞാൻ ചോദിച്ചു, നമുക്ക് തന്നെ ചെയ്താൽ അത് വേണ്ട, ഞാനായിട്ട് തുടങ്ങി എനിക്കറിയാം കൊണ്ടുപോകാൻ. അപ്പോഴൊക്കെ എനിക്ക് മറ്റേ ഇപ്പൊ ആവോന്നൊരു സംശയം. പക്ഷെ അച്ഛൻ വെറുതെ പൊളിച്ച കാര്യത്തിൽ പിന്നെ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു നോട്ട് ഫെയർ എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെതിരെ സീനാണ് ആ കാര്യത്തിൽ. അച്ഛന്റെ പരിപാടി കുറച്ച് ആണല്ലേ, വൺ സ്ട്രേറ്റ് ആണ് ആ കാര്യത്തിൽ. ഇപ്പം ആസ് എ മകൻ കുഞ്ഞിലെ ഇത്തിരി കടുപ്പിടുത്തം പിടിക്കുന്ന അത് ശരി. ഓൾ റൈറ്റ്, ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ്, നവാസിക്കയുടെ ക്യാരക്ടറെ പറ്റിയിട്ട് കൂടി ഒന്ന് കേട്ടിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഞാൻ നകുലന്റെ സുഹൃത്തായിട്ടാണ്, ഷുക്കൂർ എന്നാണ് പേര് അല്ലേ. അപ്പോ നകുലൻ അല്ല അങ്ങനല്ല. അപ്പോ ഓനക്ക് കൺമണി ഇല്ലാത്തതിന്റെ പ്രശ്നം, എനിക്ക് കൺമണി കൂടിപ്പോയതിന്റെ പ്രശ്നം. 4 മക്കളാണെങ്കിൽ 4 മക്കള് സുഹൃത്തായിട്ട് കൂടെ തന്നെ ഉണ്ട്. ടിപ്സ് ആൻഡ് ഞങ്ങളുടെ ട്രിക്സ് ഒക്കെ പറഞ്ഞു മെന്ററാണ് ഈ വക കാര്യത്തില് കൂടുതൽ അറിവുള്ളതും. ഏത് വക? ഇതിന് സർട്ടിഫിക്കേഷൻ കുഴപ്പമില്ല. അങ്ങനെ സുഹൃത്തായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഓൾ റൈറ്റ്. അപ്പൊ മാം ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഓരോന്നിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും മൂന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആണെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര മിസ്റ്റേക്ക് ചെയ്താലും നമ്മുടെ അടുത്ത് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും എന്ന്. അതായത് ഇപ്പം മോനോ മോളോ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ബി ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ദം. അങ്ങനെ പെർഫെക്റ്റ് എക്സാമ്പിൾ ഒക്കെ ആവാം എന്നൊക്കെ തിയറിയിലും പുസ്തകത്തിൽ എഴുതി വെക്കാം. ജീവിതത്തിലോട്ട് പോകുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്നേ. അങ്ങനെ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ ബിലീവ് ചെയ്യുന്നേ ഇല്ല. മനുഷ്യരായിരിക്കുക ആണ്. നമ്മൾ ഈ പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ച് അവസാനം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിലുള്ളതാണ്. എല്ലാവരുടെയും മുമ്പ് ഇങ്ങനെ പ്ലീസിങ് ആയിട്ട് ചിരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ഡോട്ടറിലോ പെർഫെക്റ്റ് ഡോട്ടർ അങ്ങനെ ഒരു ഇതുള്ളപ്പോൾ അവനവൻ്റെ ഉള്ളിൽ അവനവനെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു തേഴ്സ്റ്റും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഹൈഡ് ചെയ്തല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ഹൈഡ് ചെയ്യുന്നു, നമ്മളത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അത് ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളായിട്ട് വരും. ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളായിട്ട് മാറും. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമാണ്. നമ്മുടെ ദേഷ്യമായാലും ആങ്കറായാലും അത് സ്ത്രീകൾക്ക് ഒരു പ്രത്യേകിച്ച് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ദേഷ്യം കാണിക്കാൻ പാടില്ല. അവൾ എന്തോ ഒടുക്കത്തെ അഹങ്കാരി, അവൾ മറിച്ച് അത് ഒരുത്തി വന്നിട്ടുണ്ടോ അവളുടെ അഹങ്കാരം, അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നൊന്ന് മിണ്ടി അവളുടെ തലേന്ന് ഇത് ഒഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ. അപ്പോൾ അത് പെട്ടെന്ന് വേറൊരാൾക്ക് ഒരു എന്തുമാത്രം ഒരു ചിലപ്പോൾ ഒരു
ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് സാഹചര്യത്തിൽ പല കാര്യങ്ങളിലും ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, വേറൊരു ഭയമായിരിക്കും, അച്ഛനമ്മയെ മിസ് ചെയ്യുന്നതായിരിക്കും. അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ ഒരു സ്പേസ് അന്വേഷിച്ച് പോയ അഹങ്കാരിയാവും. ടാഗുകൾ ഇങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതിന് റിയാക്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത് കല്യാണം കഴിച്ച സമയത്ത് തന്നെ അടഞ്ഞു പോകുന്ന പേഴ്സണാലിറ്റീസ് ഉണ്ട്. പിന്നെ അവർ കൊടുക്കുന്ന ഒരു കുപ്പായം ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ ഒത്താലും ഒത്തില്ലല്ലോ അതിനകത്തോട്ട് കയറി ആ കുപ്പായം ഇടണം. അപ്പം അതൊക്കെ ശരിക്കും റിയലായിട്ട് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നത് ആ ഇഷ്യൂസാണ്. നമ്മുടെ വീട്ടിലെ നിയമം ഇതാണ്, നീ എങ്ങനെ വന്നാലും നീ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആനമയിലൊട്ടകമായിട്ട് നമ്മൾ തന്നെ നമ്മളെ വെട്ടിച്ചുരുക്കി മാറ്റി നമ്മൾ അതിനകത്ത് കയറണം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ അൺപോഡ് കൺമണി ഭയങ്കര റിയലായിട്ടാണ് പരിപാടി. എനിക്ക് ഭയങ്കര വർക്ക് എന്ന് വെച്ചാൽ ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെസ് അനുഭവിക്കുക എന്ന് വെച്ചാൽ ഈ കഥാപാത്രത്തിൻ്റെ ഒരുപാട് ഇഷ്യൂസ് നമ്മളിലേക്കും കൂടെ കയറും. പക്ഷെ നമ്മൾ തിരിഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി റിലേറ്റബിൾ. കാരണം ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഭയങ്കര ജീവനുള്ള ജീവസുറ്റ അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലുള്ള കഥാപാത്രങ്ങൾ. നമ്മൾ മേ ബി നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും അൺബോർഡ് കൺമണി എന്ന് എനിക്ക് 100% തോന്നുന്നു. അല്ല, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും. കാരണം അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഗർഭമാകുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഓ ഓക്കെ. അപ്പൊ സിനിമ മൊത്തത്തിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന്റെ സിനിമ ആയതുകൊണ്ട് ഐ ഹാവ് സംതിങ് ഫോർ യു ടുഡേ. ഇത് ഇന്നത്തെ ലോട്ടറിയാണ്. എന്താ അർജുട്ടാ അങ്ങനെ അടിച്ചില്ല? നിങ്ങള് ലോട്ടറി അടിക്കാൻ ലക്കുള്ള ഇതല്ലേ? ബ്രദറിലേക്ക് ലോട്ടറി അടിച്ചിട്ടില്ലേ ഇതിനു മുമ്പ്? അപ്പൊ ചേട്ടനും ആ ഒരു ലക്ക് വന്ന് അങ്ങനെ അല്ലേ? ഓക്കെ, എനിവേ, അപ്പം ഇത് ഇന്നത്തെ ലോട്ടറിയാണ്. 75 lakhs ലോട്ടറിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു നോ വാട്ട് യു വുഡ് ഡു വിത്ത് ഇറ്റ്. ആ ഒരു പ്രൈസ് മണി വെച്ച് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അർജുൻ അശോകൻ. അർജുൻ ചേട്ടാ പറയൂ. ഇത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരെ ഇതൊരു നല്ല അടിപൊളി പരിപാടി ഉണ്ട്. നമ്മൾക്ക് വേണ്ടി ഉണ്ടായ എന്റെ വീടായിട്ട് കാണിച്ച വീട് വെച്ചു കൊടുത്തവര്. നമ്മൾക്ക് ഒരു സാധാരണ കുടുംബം, പാവപ്പെട്ട വീട്ടിലെ കുടുംബമായിരുന്നു. അപ്പൊ അവര് ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു വീടായിരുന്നു. അപ്പൊ അവര് എന്തായാലും ലൊക്കേഷന് വേണ്ടി വീട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പോ ഇവര് എന്ത് വെച്ചാല് ലൊക്കേഷൻ കിട്ടിയപ്പോഴേക്കും ആ വീട് പൊളിച്ചിട്ട് നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ട രീതിയിൽ വീട് വെച്ചിട്ട് അവർക്ക് ആ വീട് കൈമാറി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നല്ല പ്രവൃത്തി തന്നെ ചെയ്യാൻ നമുക്ക് വെറുതെ ഇരുന്ന കാശല്ലേ. വീട് വെച്ചില്ലെങ്കിലും എന്തെങ്കിലും നല്ല ഹാപ്പി പരിപാടിയായിട്ടൊക്കെ ചെയ്ത് അത്യാവശ്യം പണിയെടുത്ത് കാശ് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഈ ലോട്ടറി നവാസിക്കയുടെ കയ്യിൽ കൊടുക്കണം. നവാസിക്ക ഇങ്ങനെ പാസ് ചെയ്ത് പോയാൽ മതി. നവാസിക്ക എന്ത് ചെയ്യും എന്ന് എനിക്കറിയണം. കൊറേ പരിപാടികളുണ്ട്, കുറച്ച് കടങ്ങളുണ്ട്, അതാദ്യം വീട്ടു. ബാക്കി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാരും പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടും. അല്ല, നമ്മളെ കുറച്ച് കടങ്ങളുണ്ട്, അത് വീട്ടും. ബാക്കി ആരെങ്കിലും സഹായം ചോദിച്ചു വരുമ്പോ അവരെ സഹായിക്കും. അങ്ങനെ അനഘക്ക് അടിക്കുകയാണ് ലോട്ടറി. അനഘ എന്ത് ചെയ്യും? അനഘ പറയൂ. ഞാൻ പുണ്യപ്രവർത്തി പറഞ്ഞ കോപ്പി പേസ്റ്റ് എന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഞാൻ എന്തായാലും ഈ പൈസ കൊണ്ട് നിറവേറ്റും. ഫസ്റ്റ് ആവശ്യം എന്തായിരിക്കും? ഒരു ഗേൾ എന്നുള്ള നിലയിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓരോരാൾക്ക് വ്യത്യസ്തമായിരിക്കല്ലോ. എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് എനിക്കിപ്പോ ഇവിടെ പറഞ്ഞറിയിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ബേസിക് കാര്യങ്ങൾ, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. ഒരു ബാഗ് വാങ്ങുക, ചെരുപ്പ്, അങ്ങനെയൊന്നുമല്ല. ബാഗും ചെരുപ്പൊന്നുമല്ല. എനിക്ക് എവിടെ ഞാൻ അധികം ട്രാവൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എനിക്കൊന്ന് അങ്ങനെയല്ല, വീടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യണം. പിന്നെ വീട്ടില് എന്തായാലും വളർത്തി വലുതാക്കി അച്ഛനും അമ്മയാണ്, അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം. പിന്നെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു പടം എടുക്കണം, എനിക്കും കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ടും. പക്ഷെ കുറേ സിനിമയിലേക്ക് വരാൻ സ്ട്രഗിൾ ചെയ്യണ കുറേ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഫണ്ട് പോരാ, പക്ഷെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫണ്ട് എടുക്കാം, ബാക്കിയുള്ളവർ വന്ന് സഹായിക്കട്ടെ. അപ്പോൾ കുറേ ആൾക്കൊരു കുറേ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു ചെറിയൊരു സിനിമ, അതിൽ ഞാനും അഭിനയിക്കും. അർജുൻ ചേട്ടനെ അതിനകത്ത് നായകനാക്കുവോ അനഘ? വരുവാണെങ്കിൽ
എന്തായാലും ഫ്യൂച്ചറിൽ അങ്ങനെ ഹീറോയിൻസ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനുള്ള ഭാഗ്യം തീർച്ചയായും ഉണ്ടാകട്ടെ. അങ്ങനെ നടക്കട്ടെ. അതെ. അർജുനേട്ടൻ സിനിമയൊന്നും എടുക്കില്ല? ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ലോട്ടറി എടുക്കാറില്ല. അതുകൊണ്ട് ലോട്ടറി എടുത്താലേ വല്ല ഒരുപാട് പേരുടെ സ്വപ്നം കാണുന്ന പൈസയല്ലേ, നമ്മളത് എടുത്തത് ഇങ്ങനെ വർക്കല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആണോ? ഞാനങ്ങനെ ലോട്ടറി എടുക്കാറില്ല പേഴ്സണലി. ഒരുപാട് പേരുടെ ഡ്രീംസ് ഇങ്ങനെ ഉള്ള ഒരു സ്ഥലം, ഒരു പൈസയല്ലേ. ഞങ്ങൾ പണ്ട് നാടകസംഘം ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ജ്യോതിഷ് പറയായിരുന്നു ഒരു ആക്ടിങ് സ്കൂളൊക്കെ ഇടണം. ജ്യോതിഷിനെ പോലെ ഒരു മാസ്റ്ററൊക്കെ ഇങ്ങനെ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എപ്പോഴും വിചാരിക്കുക നല്ലൊരു പരിപാടിയാണെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് ആക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ള. അപ്പം എൻ്റെ റിയൽ ആയിട്ടുള്ള വഴി കൂടെ നടത്തിയാൽ ഞാൻ അങ്ങനെ ബെനിഫിറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. ഞാൻ സൈക്കോളജിസ്റ്റായിട്ടും PR പ്രൊഫഷണലായിട്ടും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു അഭിനയത്തിൻ്റെ ഒരു സാധ്യതയിലൂടെ അഭിനയിക്കാൻ വന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് സാമ്പത്തികമേ അല്ല കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു പൈസ, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റൊക്കെ കിട്ടുന്ന പൈസ വളരെ തുച്ഛമാണ്. അത് പിച്ചിപ്പറിച്ച് കുറച്ച് പല ഇൻസ്റ്റാൾമെൻറ്റ് വഴി കിട്ടിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സാമ്പത്തികമല്ല, അതിൻ്റെ പേരിലല്ല ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ജേർണി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കഥാപാത്രങ്ങളിലൂടെ. അപ്പോൾ അത് ഒരുപാട് പേർക്ക് കിട്ടാൻ ഒരു വഴിയാവുമെങ്കിൽ ഒരു ആക്ടിങ് സ്കൂള്, നാടകമൊക്കെ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ അങ്ങനെ ഒരു പരിപാടി ആഗ്രഹം. ഓക്കെ, ഞാൻ ഇനി കൊച്ചെന്താ മീനാക്ഷിയുടെ ആഗ്രഹം ഞാൻ പറയട്ടെ. അർജുനേട്ടൻ പറ കേക്കട്ടെ. അർജുനേട്ടനെ പുറത്താക്കും അടുത്ത വർഷം. അർജുനേട്ടൻ എനിക്ക് നാണം വരും അത് പറഞ്ഞ. എന്തെല്ലാം സ്വപ്നങ്ങൾ. ഓക്കെ, അപ്പൊ മാം ഇപ്പൊ പറഞ്ഞില്ലേ, അല്ല ഞാൻ എന്റെ ആഗ്രഹം പറയണ്ടേ, അതല്ലാണ്ട് ഞാൻ ചെയ്യണ ആഗ്രഹം. ഓക്കെ, കോച്ചിന്റെ ഒരു ബാഗ് വാങ്ങി. എന്നെ മാത്രം മാം എന്ന് വിളിക്കുന്നത്? ഇവരെയൊക്കെ അർജുൻ ചേട്ടാ അനക്കെ ചേച്ചി വിളിച്ചാ മതിയോ? ആണോ? അല്ല ഞാൻ ഒരു ബിക്കോസ് ഒരു അല്ലല്ലോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. ആണോ? മാല ചേച്ചി ഇത് വിളിക്കാം. എന്നെ എല്ലാരും അങ്ങനെയല്ലേ വിളിക്കുന്നത്? കുറെ നേരം കൊണ്ട് ഞാൻ സഹിക്കുന്നു. അപ്പൊ ആദ്യമേ പറയണ്ടേ എന്നെ മാം എന്ന് വിളിക്കണ്ട, എന്നെ ചേച്ചി. ഓക്കെ, അപ്പൊ ഞാനൊരു കോച്ചിന്റെ ബാഗ് വാങ്ങിക്കും. പിന്നെ ഞാനും കോച്ചിന്റെ ബാഗ് ഒരു വലിയ ബ്രാൻഡ് ബാഗാണ്, കോച്ചിന്റെ ബാഗ് വാങ്ങിക്കും. പിന്നെ ഞാൻ എൻ്റെ അച്ഛനൊരു കാർ വാങ്ങിച്ചു കൊടുക്കും. കാറുണ്ട് അങ്ങേർക്ക്, പക്ഷെ വേറെ കാർ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ ചെയ്യും. കോച്ചിന്റെ ബാഗ് ഭയങ്കര സംഭവമാണോ? വലിയ അത്യാവശ്യം വിലയുള്ള ബാഗാ. പിന്നെ ബാക്കി പൈസ ഞാൻ അക്കൗണ്ടിൽ ഇടും. അപ്പൊ ഇങ്ങനെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്ക് ലോട്ടറി അടിച്ചതല്ല, അൻപോട് കൺമണി അല്ലേ ഇവിടുത്തെ വിഷയം. ഓക്കെ, അനഘ ഇതിനകത്ത് വളരെ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾക്ക് ഈ പോസ്റ്റേഴ്സിലൂടെയൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. ആൻഡ് ഓൾവേസ് യു കം അപ്പ് വിത്ത് സച്ച് ക്യാരക്ടേഴ്സ്. എപ്പോഴും ആൾക്കാർക്ക് അങ്ങനത്തെ ക്യാരക്ടറിൽ അനഘയെ കാണാനായിട്ടാണ് ഇഷ്ടം എന്ന് അനഘയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ അതിനെപ്പറ്റി അത്ര ഒരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്കും കുറച്ചും കൂടെ ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെയ്തു വന്നപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം, അത് കഴിഞ്ഞിട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാത്തിനും എവിടെയെങ്കിലും ഒക്കെ ഒരു സിമിലാരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റോ കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതോ, ഇതിപ്പോൾ പറയാം കുറേ ഇമോഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് ഈ അൻപോട് കൺമണിയിലുള്ള ശാലിനി. ഇനി കുറച്ച് ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ കോമഡി ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര അടിപൊളിയായിട്ട് പറ്റും. ഇതിനകത്ത് ഹ്യൂമർ സീൻസ് അങ്ങനെ ഉണ്ട്. മറ്റേ വൻ രീതിക്കുള്ള ഹ്യൂമർ അല്ല, പക്ഷെ ആസ് എ റിയൽ പേഴ്സൺ ഭയങ്കര ഫണ്ണാണ് അനഘ. ഭയങ്കര ആഗ്രഹമാണ് നല്ല ഫുൾ ത്രൂ ഔട്ട് കോമഡി പടം ചെയ്യാനായിട്ട്. നല്ല എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നല്ലാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഹ്യൂമറും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അസാധ്യമായിട്ട് ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരെ പോലെ തന്നെ ഹ്യൂമർ ചെയ്യുന്ന ഒരു മുഴുനീള ക്യാരക്ടർ വരട്ടെ എന്ന് ആശംസിക്കുന്നു അനഘയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അനഘ, ഞാൻ ഒരുപാട് സെറ്റുകളിൽ പോകുമ്പോൾ ആൾക്കാർ പല വിഷയങ്ങളായിരിക്കും സംസാരിക്കുക. അനഘ സംസാരിക്കും എപ്പോഴും ആക്ടിങ്ങിനെ കുറിച്ച്, നാടകത്തെക്കുറിച്ച്. വേറെ ഒരു വിഷയം അനഘ സംസാരിക്കുന്നത് മിക്കവാറും എൻ്റെ അടുത്ത് എപ്പോഴും അഭിനയത്തെക്കുറിച്ച്, അഭിനയം പഠിക്കുന്നതിനെക്കുറിച്ച്. ഇന്ന് കണ്ടപ്പോഴും പറഞ്ഞു ചേച്ചി എനിക്ക് നാടകം ചെയ്യണം അല്ലേ. ആ ഒരു ഭയങ്കര ഒരു ഏണസ്റ്റായിട്ട് ഈ കലാപരിപാടി കൊള്ളാം എന്ന് വിശ്വസിച്ച് നന്നായി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ. അത് നമുക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു
ഇൻറ്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നു വെച്ചാൽ അനഘ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ മുഴുവൻ ചൂടാവും അടുക്കളയൊക്കെ ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ അറിയാം ദേഷ്യപ്പെട്ട് നിൽക്കുക അതിനെ കട്ടി അയ്യോ പൊള്ളും അല്ലേ വെച്ച് അർജുൻ അങ്ങനെ ഇല്ലായിരുന്നു അവന് ഇല്ലേ ഉണ്ട് അതേ പറഞ്ഞു. ഓക്കെ, ഇനി ഒരു ചെറിയ ക്വിക്ക് റൗണ്ട് ആണ്. അർജുൻ ചേട്ടാ, അർജുൻ്റെ അടുത്താണ് പെട്ടെന്ന് ഉത്തരം പറയാം. എന്താ നോ പറയരുത്, ഇറ്റ്സ് വെരി ഈസി. സോ യുവർ ഫേവറേറ്റ് ഡയറക്ടർ ദാറ്റ് യു വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യെറ്റ്. ലോകേഷ് കനകരാജ് ഒരാളും കൂടി. ഓക്കെ, അടുത്തത് ആർട്ടിസ്റ്റ്. സൂര്യ. ഓ ഓക്കെ, ഒരു ലോകേഷ് കനകരാജ്, അർജുൻ അശോകൻ, സൂര്യ പടമൊക്കെ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം നമുക്ക് ഇങ്ങനെ. ഓക്കെ, അടുത്തത് കമ്പോസർ. അനിരുദ്ധ്. സൂപ്പർ. കാരണം എ റഹ്മാൻ സാറിനോട് ഇപ്പൊ ചെയ്തു മൂൺ വാക്ക് തന്നെ വാവ്. പ്രഭുദേവ സാറിന്റെ പടത്തില് 2 ദിവസമുള്ള പക്ഷെ നല്ല പടത്തിലൊരു ഇതായില്ല. അതെ അതെ അതെ. അപ്പം അനിരുദ്ധും നടക്കട്ടെ, അടിപൊളി വരും. ഞാൻ മറ്റേ ചേട്ടാ അതൊക്കെ സത്യമാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി അടുത്തത് റൈറ്റർ. ശ്യാമേടിന്റെ കൂടെ വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്തത് ജോണർ. സൈഫൈ. യെറ്റ് ടു കം. അടുത്തത് വിഷയം കേട്ടോ, ഇന്റർവ്യൂവർ. ചെയ്ത ആൾക്കാർ വേണ്ടല്ലോ, ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള ആൾക്കാരല്ല. അല്ല, ഇത് ചെയ്തതും കൂടെ കൂട്ടി പറഞ്ഞാൽ മതി. ഒരിക്കലും മീനാക്ഷി ഇല്ല. മീനാക്ഷി അർജുനൻ ഉണ്ടല്ലോ, ഞങ്ങൾ ഭയങ്കര ഒരു ആത്മബന്ധ സ്റ്റേജ് വെച്ചിട്ട് പൊടി എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം. എന്താ 9ാം വാർഡ് എന്താ 9ാം വാർഡാ രമേശൻ മെമ്പർ, രമേശൻ 9ാം വാർഡ്, 9ാം വാർഡ് രമേശൻ മെമ്പർ. മീനാക്ഷി ഞാനൊരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഈ അർജുന അങ്ങനെ പരിപാടി ഉണ്ട്. അർജുന എല്ലാരോടും തോന്നിപ്പിക്കും. അർജുന ഇല്ല ഒരിക്കലും ഇല്ല. കുറച്ച് എനിക്ക് കംഫർട്ടബിൾ ആൾക്കാർ മാത്രം. എനിക്കും ഇങ്ങനെ തോന്നാറുണ്ട്. ചേച്ചീന്റെ അടുത്തും ആ ഒരു തോന്നാറില്ലേ ആത്മബന്ധം ആത്മബന്ധം പിന്നെ ചില ഞായറാഴ്ചകളും ഇല്ല പറയും കളിയാക്കി ചിരിച്ച് നമ്മള് മറ്റേ ചില്ല അല്ല, ഭയങ്കര ചില്ലാണ്. ഓടി എന്ന് പറഞ്ഞത് കയ്യിലിരിപ്പുണ്ടായിരിക്കുന്നു. നിന്നെയാണപ്പോ സോറി. ഓ അതെനിക്ക് തരുന്നില്ലേ. ഓക്കെ, അപ്പം എന്തായാലും അൻപോട് കൺമണി കാണാനായിട്ട് വളരെയധികം സ്നേഹത്തോടെ നമ്മളും കാത്തിരിക്കുകയാണ്. ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കും ഒന്ന് കാണണമെന്നുണ്ട്, എങ്ങനെയായിരിക്കും ഒരു ഫിറ്റ് ഇൻ പ്രോസസ് എന്നുള്ളത്. അങ്ങനെ പേടിച്ചിട്ടൊന്നും കല്യാണം കഴിക്കുന്നു. ഇത് അങ്ങനെയല്ല, ഇത് എല്ലാം ഇപ്പോഴും ചേച്ചി പറഞ്ഞ പോലെ എല്ലാം ലക്ഷക്കണക്കിന് സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടാവാം, അനുഭവിച്ചുകൊണ്ടിരിക്കണായിരിക്കാം. അത് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു അവയർ പരിപാടിയാക്കാം. അത് വളരെ റിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും പറയാതെ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. സൊസൈറ്റിയുടെ പ്രഷറിൽ ഈ അമ്മ ഇപ്പൊ നമ്മളുടെ ഒന്നും ജനറേഷനിലല്ലല്ലോ, അവര് വന്നത് കുറച്ചും കൂടെ പഴയ ഒരു ഇതിലാണ്, ചിന്താഗതിയൊക്കെ കുറച്ചൊരു അത്ര പ്രോഗ്രസീവ് ആയിരിക്കില്ല. അപ്പൊ ഈ സൊസൈറ്റി കൊടുക്കുന്ന പ്രഷറിൽ അത് തന്നെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. അതായത് എസെൻഷ്യലി ഒരു അമ്മായിയമ്മ ബാഡല്ല, ഭർത്താവ് ബാഡല്ല, ഭാര്യയും ബാഡല്ല, ആരും ബാഡല്ല. പക്ഷെ ഈ 2 പേഴ്സണാലിറ്റീസും 3 പേഴ്സണാലിറ്റീസും പരിചയമില്ലാത്തവരെ നമ്മളൊരു വീട്ടിലോട്ട് ഫിറ്റ് ഇൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. ആരും എസെൻഷ്യലി ബാഡല്ല, ആർക്കും സ്നേഹക്കുറവില്ല അല്ലേ. അമ്മായിയമ്മയ്ക്ക് മരുമോളെ ഇഷ്ടമാണ്, മരുമോൾക്ക് അമ്മയമ്മയെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഉണ്ടാവുന്ന ശ്വാസം മുട്ടലുകൾ, അതാണ് ആ ചിത്രം സംസാരിക്കുന്നത്. ആരെയും നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുന്നേ ഇല്ല. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്റ്റ് മോം, പെർഫെക്റ്റ്, അതിപ്പോ ഓരോ ആൾക്കാർക്ക് പെർഫെക്ഷൻ ഡിഫറെന്റ് ആണ്. കുറച്ച് ഗൗരവമുള്ള പടം, നല്ല പടം, നല്ല സിനിമ. എനിക്ക് ഐ എം സോ എക്സൈറ്റഡ് ഇപ്പൊ ഇത്ര സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ കാണാനായിട്ട്. ഞാൻ ഇതിനകത്ത് ആ പ്രഗ്നൻസി ടെസ്റ്ററിന്റെ പോസ്റ്ററും പിന്നെ ഇന്ന് ഇന്റർവ്യൂ ലിസ്റ്റ് വന്നപ്പോൾ മാലാ മാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ ദ ബെസ്റ്റ് മാലചേച്ചി ഐം സോറി മാലചേച്ചി കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഐ തോട്ട് ഓക്കെ ഇതിനകത്ത് ഇനി ഗൈനക്കായിട്ട് ആയിരിക്കുമോ എന്ന്. ഒരുപാട് സിനിമയിൽ ഗൈനക്കായിട്ടില്ല, പക്ഷെ ഇതിനകത്ത് അമ്മായിമ്മയായിട്ടാണല്ലേ. അമ്മായിമ്മ യുവർ മദർ. എന്താ മാമിന്റെ ക്യാരക്ടർ നെയിം? നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നില്ല, പേര് പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ക്യാരക്ടർ നെയിം അമ്മ തന്നെയാണ് മാം. അമ്മ തന്നെയാ പറയുന്നത്. അപ്പൊ മാലചേച്ചി ഒരുപാട് സന്തോഷം. താങ്ക് യു മീനാക്ഷി മാം. എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ കാത്തിരുന്ന ഒരാളാണ്. അപ്പം അൻപോട് കൺമണി അതിനെന്തായാലും ഒരു കാരണമായി. അപ്പം ഇനിയും ഒരുപാട് ഇന്റർവ്യൂസിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് അൻപോട് കൺമണിക്ക് ഓൾ ദ വെരി ബെസ്റ്റ് ആയിരുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം.